ഈ എൻട്രൻസ് കാണുമ്പോൾ തന്നെ പിടികിട്ടുമല്ലേ ഞാൻ എവിടെയാ പോകുന്നത്? ട്രിവാൻഡ്രത്തെ സൂവിലേക്കാണേ. നമ്മളൊന്നും സൂ കണ്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടോ കേട്ടോ. ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആളെ കുറിച്ച്. തിന്നുന്നതും ഉറങ്ങുന്നതും തിരിയുന്നതും ചരിയുന്നതും മാർക്കറ്റിൽ പോകുന്നതും ഒക്കെ സോഷ്യൽ മീഡിയ ഇടേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ കുറച്ച് പ്രൈവസി വേണ്ടേ എന്നാണ് കേട്ടോ പുള്ളിക്കാരിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മൾ ആ ലൈനിലല്ല, ഓരോരുത്തർക്ക് ഓരോ ഒപ്പീനിയൻ ഉണ്ടല്ലോ. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു അല്ലെ. വലിയ കോമഡി എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മക്കളെല്ലാം ഇൻസ്റ്റാഗ്രാമത്തിലായിരിക്കും കേട്ടോ, ഉണ്ണുന്നതും ഉറങ്ങുന്നതും. ഇവരൊക്കെ ഡയറി എഴുതുന്നത് കണ്ടിട്ടില്ലേ? ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ മൂമെന്റ് ഒക്കെ മെൻഷൻ ചെയ്ത്. എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ് കേട്ടോ എൻ്റെ ലൈഫിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡേയിലെ ചെറിയൊരു ക്ലിപ്പായിരിക്കും കേട്ടോ ഞാനിങ്ങനെ വീഡിയോസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലായിരിക്കും. പിന്നെ നമ്മുടെ ഫോണൊക്കെ മാറിപ്പോയാലും നമുക്ക് ആ വീഡിയോസും മെമ്മറീസും ഒന്നും ലോസ് ആയി പോകത്തില്ല. നമുക്ക് പിന്നെയും ഇതിൻ്റെയൊക്കെ പുറമെ മോണിറ്റൈസേഷനായി പൈസ കിട്ടി തുടങ്ങിയ എന്താ പുളിക്കോ അല്ലെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ആണവക്കരാറൊന്നും അല്ലല്ലോ ഞാൻ ചർച്ചാ വിഷയമായിട്ട് ഇവിടെ ഇടുന്നത്. അതുകൊണ്ട് അത്ര വലിയ പ്രൈവസി ഒന്നും വേണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു. ശരിക്കും സോഷ്യൽ മീഡിയ എത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലൈഫാണല്ലേ നമ്മുടെ. ആ ഒരു സമയത്ത് നമ്മളിടുന്ന ഓരോ പോസ്റ്റുകളും ലൈക്ക് ചെയ്യാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സും അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സും ആയിരിക്കും അല്ലേ. പക്ഷെ സ്റ്റോറീസ് ഒക്കെ ഇടുന്ന എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. ഇതിന്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇതെന്താണെന്നറിയോ? നമ്മൾ ഹാപ്പിയാണെന്ന് അവരറിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ചെറിയൊരു അസൂയ, അത്രേ ഉള്ളൂ. ഇനി അതൊക്കെ മാറ്റി വെച്ചാൽ നമ്മുടെ സൂവിന്റെ എൻട്രി ഫീസ് വെറും 40 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഒരുപാട് നടന്നു കാണാനും ഉണ്ട്. ഇനി നടക്കാൻ വയ്യെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് ബഗ്ഗി അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഈ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി. പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് എൻ്റെ മൈൻഡിൽ ഓടുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോവുക, വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കുക എന്നുള്ളൊരിത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ എന്താണെന്നാലും പൊതിച്ചോറാണ് എൻ്റെ തലയിൽ കൂടെ പോയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കുറച്ച് ചോറൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോയി. നല്ല മുളക്കിട്ട മീൻകറി ഉണ്ടായിരുന്നു, പൊരിച്ച മീനുണ്ടായിരുന്നു, എല്ലാം കൂട്ടി ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിച്ചു കേട്ടോ. കാര്യം ധ്രുവ് ഒരുപാട് നടന്നുകൊണ്ട് പുള്ളിക്കാരനും എനിക്ക് നല്ലതുപോലെ വിശന്നു. പപ്പ കഴിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചേ.